Hello friends, welcome back to my channel HSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് KFCയുടെ കൂടെ കോൾസോ കിട്ടാറില്ലേ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമോ ഇത്? റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. നിങ്ങൾക്കത് അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. നല്ല ക്രീമി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള കോൾസ്ലോ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് ക്യാബേജാണ് കേട്ടോ. ഒരു പീസ് ക്യാബേജും ഒരു ക്യാരറ്റും, അത് ചെറിയ സ്മോൾ ക്യാരറ്റാണ്. ഒരു സവാളയുടെ സ്മോൾ പീസും എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നുള്ളത്. നമ്മളുടെ കയ്യിൽ ചോപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കയ്യിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി, ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഐക്കണ്ട റീചാർജബിൾ ആയിട്ടുള്ള ചോപ്പറാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾക്ക് ഈ റംസാനിലൊക്കെ നല്ലൊരു യൂസ്ഫുള്ളാണ്. നമ്മൾക്ക് കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ജോലികളൊക്കെ കഴിയുന്നുണ്ട്. അത് കാരണം ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് ഈ ചോപ്പ് ചെയ്തെടുക്കുന്നുള്ളത്. അങ്ങനെ എളുപ്പത്തിൽ നമ്മൾക്ക് ഇത് ചോപ്പായി കിട്ടുന്നുണ്ട് കേട്ടോ. ഒന്നും വലുതായിട്ടൊന്നും പീസായിട്ടൊന്നും അവിടെ ഇവിടെ ഒന്നും ആയിട്ട് കിടക്കുന്നൊന്നുമില്ല. നല്ല നൈസായിട്ട് തന്നെ ചോപ്പായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എല്ലാത്തിലേക്കും യൂസ് ചെയ്യാനുള്ളത്. എന്താ കണ്ടില്ലേ, എല്ലാം നൈസായിട്ട് തന്നെ ചോപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾക്കൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത്. ഇതിലേക്കുള്ള ഈ ക്യാബേജ് കൂടുതൽ ഉള്ളവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. ഞാൻ കുറച്ചുള്ള ക്വാണ്ടിറ്റി മാത്രമാണ്. നമ്മൾക്കിപ്പം ഒരു കപ്പ് വാങ്ങിക്കുമ്പോൾക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന എത്ര ക്വാണ്ടിറ്റിയാണ് അതാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് ക്യാരറ്റും അതെ, അതിൻ്റെ ആ സ്മോൾ ക്യാരറ്റ് എടുത്തതിൽ നിന്നും പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള ഇതാ ചെറുതായിട്ട് നുറുക്കിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്, നുറുക്കിയിട്ട്. അപ്പോൾ അതും ഒരു ഹാഫ് ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. സവാളയുടെ ഇത് കൂടാൻ പാടില്ല, കാരണമാണ് അത്രയും കുറച്ചെടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്കുള്ള ക്രീമാണ് മിക്സ് ചെയ്തെടുക്കുന്നുള്ളത്. ആദ്യം 1/4 കപ്പ് മയണൈസാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. ഇത് പുളിയില്ലാത്ത നല്ല കട്ടിത്തൈരാണ് 1/4 കപ്പ്. 1/4 കപ്പ് തന്നെ പാലാണ്, ഫ്രഷ് മിൽക്കിൽ, അതാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് ഒരു ഹാഫ് ടീസ്പൂണ് പെപ്പർ പൗഡറും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് തന്നെ ഷുഗറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ലെമണാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് അതിൻ്റെ കുരുവൊന്നും പോകാൻ പാടില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് വിനീഗറാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നുള്ളത്. അതും ഒരു ഹാഫ് ടേബിൾ സ്പൂണ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഇതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം നല്ല പോലെ ഇത് കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്രീമാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ ക്രീം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിതാ ഇതിലേക്ക് മൊത്തത്തിലായിട്ട് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾക്ക് ഇതിൽ നല്ലോണം ലൂസായിട്ട് പോവാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് ക്യാബേജ് കുറച്ചും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ടെടുത്താൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഞങ്ങൾക്കൊക്കെ ഇതിങ്ങനെ കുറച്ച് ലൂസായിട്ട് ക്രീമി ആയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. കൂടുതൽ വെജിറ്റബിൾസ് ഇങ്ങനെ ക്യാബേജൊക്കെ ഇങ്ങനെ ഇതായിട്ട് കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ക്രീമി ആയിട്ട് കാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്കിത് KFCയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മൾ സാൻഡ്വിച്ചൊക്കെ ആക്കൂലേ ബ്രെഡിലൊക്കെ വെച്ചിട്ട് മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുക്കാൻ, അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ബ്രെഡിലേക്കൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടും. നമ്മളിപ്പോൾ KFCൻ്റെ കൂടെയൊക്കെ ബണ്ണൊക്കെ അല്ലേ കിട്ടുക, അപ്പോൾ അതിലും ഇതിട്ടിട്ട് KFCൻ്റെ ചിക്കനും ഒക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ സാൻഡ്വിച്ച് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. നമ്മൾക്കിപ്പോൾ ഓഫറൊക്കെ കിട്ടുമല്ലേ, അപ്പോൾ വെറും ബ്രോസ്റ്റഡും അതുപോലെ തന്നെ ഫ്രൈഡ്സും മാത്രമാണ് ഇവിടെയൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇതുപോലെ കോൾസോ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ ബണ്ണും വാങ്ങിയിട്ട് കഴിക്കലാണ് പതിവുള്ളത്.
ഒരു തവണ കോൾസോ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ പുറത്തൊന്നും വാങ്ങി കഴിക്കൂല, വീട്ടിൽ തന്നെ എന്നും ഉണ്ടാക്കി കഴിക്കും. ഇതിലേക്ക് ഇട്ടിട്ടുള്ള മയനൈസും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. മയനൈസിൻ്റെ റെസിപ്പിയും ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി വെജിറ്റബിൾ മയനൈസിൻ്റെ റെസിപ്പിയും ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും ഇൻഷാ അല്ലാ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.